എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ആദ്യമേ സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും ആ മാധ്യമത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനും ഒരു സീനിയർ ജേർണലിസ്റ്റ് നടത്തുന്ന ഒരു പ്രത്യേക അജണ്ട. ആ അജണ്ടയെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമ്മളിന്ന് വിമർശിക്കാൻ പോകുന്നതും നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതുമായ വിഷയം ആ മാധ്യമ പ്രവർത്തകൻ ഇവിടെ BJPയെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ബദ്ധപ്പാടും അതിനുവേണ്ടി ഒരുക്കുന്ന രാഷ്ട്രീയ കളത്തെക്കുറിച്ചുമുള്ള ചർച്ചകളെ സംബന്ധിച്ചാണ് നമ്മുടെ ഇതിൽ VRS ക്രോണിക്കിൾ എന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, അത് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടറാണ്, അല്ലെങ്കിൽ സീനിയർ കറസ്പോണ്ടൻ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ ഏതാനും നാളുകളായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തകർച്ചയിലാണ്. കോൺഗ്രസ് പാർട്ടി തകർച്ചയിലായി കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്നത് BJP ആണ്. അതിനുവേണ്ടിയുള്ള കളമൊരുക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനും ഒപ്പം തന്നെ NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. നമുക്കതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പരിശോധിക്കാം. അദ്ദേഹം പറയുന്നത് 2036 ഇവിടെ BJP അധികാരത്തിൽ വരുമെന്നാണ്. 2031 അവർ മുഖ്യ പ്രതിപക്ഷമായി മാറുമെന്നാണ്. നമുക്ക് സാധ്യതകളെക്കുറിച്ച് നമുക്ക് ആദ്യം പരിശോധിക്കാം. കാരണം അദ്ദേഹം പറയുന്ന കണക്കും നിലവിലെ രാഷ്ട്രീയവും ഇന്നലകളിലെ രാഷ്ട്രീയവും നമുക്ക് വിലയിരുത്താം. നമ്മൾ ഏറ്റവും ആദ്യമായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 2003 മുതൽ 2003, അതായത് 99-ലും 98-ലും ആ 2 തവണ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ്റാണ്. 98-ലെ ഗവൺമെൻറ്റിന് ADMKയുടെ പിന്തുണ ഉണ്ടായിരുന്നത്. ആ പിന്തുണ പിൻവലിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഗവൺമെൻറ് താഴെ പോയി. 99-ൽ ADMKയ്ക്ക് ബദലായി ഇന്നത്തെ DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം. ഇന്ന് ഏറ്റവും കൂടുതൽ BJPയെ എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്ന BJPക്കെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന DMK എന്ന് പറയുന്ന പാർട്ടി സാക്ഷാൽ മുത്തുവേൽ കരുണാനിധി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ ഗവൺമെൻറ്റിനെ NDA ഗവൺമെൻറ് പിന്തുണയ്ക്കുന്നു. 2004 വരെ ആ ഭരണം തുടരുന്നു. 2004-ലെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള 2004-ലെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ജയിച്ചത് E. അഹമ്മദ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഏക MP മാത്രമായിരുന്നു. 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടം UDF 100 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നൊരു കാലഘട്ടം. ആ സീറ്റുകൾ കൈവശമുണ്ടായിരുന്നിട്ടും കേരളത്തിലെ ഏറ്റവും കൂടുതൽ MLA-മാർ UDF-ന് കോൺഗ്രസിനുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും 2004-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയത് 0-യും ആകപ്പാട് UDF-ന് ലഭിച്ചത് E. അഹമ്മദ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ MPയുടെ വിജയവും. അതേസമയം NDA എന്ന് പറയുന്ന BJPയുടെ സഖ്യത്തിന് അന്ന് IFDP, ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പേരിൽ പപ്പു യാദവിനെയും കൂട്ടിച്ചേർത്ത് PC തോമസ് ഉണ്ടാക്കിയ പാർട്ടിക്ക് കേരളത്തിൽ കിട്ടിയത് മൂവാറ്റുപുഴ പാർലമെന്റ് മണ്ഡലം. അങ്ങനെ NDAക്ക് ഒരു സീറ്റ്, BJPക്ക് പകരം NDAക്ക് ഒരു സീറ്റ്, ഇടതുപക്ഷത്തിന് ബാക്കിയുള്ള 18 സീറ്റുകളും, കോൺഗ്രസിന് സീറ്റില്ല, ഒരു സീറ്റ് മുസ്ലിം ലീഗിന്. അതായിരുന്നു 2004-ലെ തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ CPM-ൻ്റെയും ഇടതുപക്ഷ സംഘടനകളുടെയും ശ്രമഫലമായി കോൺഗ്രസുമായി ചേർന്ന് ഒരു ദേശീയ സഖ്യം രൂപീകരിച്ച് അവരവിടെ UPA എന്ന പേരിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ തലവനായിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് വരുന്നു സാക്ഷാൽ. അങ്ങനെ UPA ഗവൺമെൻറ് 2004 മുതൽ 2009 വരെയും 2009 മുതൽ 2014 വരെയും ഭരിക്കുന്നു. നമ്മൾ പരിശോധിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 18 സീറ്റുകൾ കിട്ടിയ തെരഞ്ഞെടുപ്പായിരുന്നു. എന്തുകൊണ്ട്? ആ കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ CPM-നും അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകൾക്കും കൂടി ചേർന്ന് 64 പാർലമെന്റ് അംഗങ്ങൾ, അല്ലെങ്കിൽ 60-ൽ പരം പാർലമെന്റ് അംഗങ്ങൾ അതുവരെയുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉണ്ടായിരുന്നു. അതായത് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ കോട്ടകൊത്തളത്തിൽ അവർക്ക് പരമാവധി പാർലമെന്റ് മെമ്പർമാരെ വിജയിപ്പിച്ചെടുക്കാൻ അന്ന് കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും എല്ലാം അവർക്ക് വിജയമുണ്ടായി. ത്രിപുരയിലെ 2 സീറ്റുകൾ അവർ വിജയിച്ചു. അങ്ങനെ ഇടതുപക്ഷത്തിന് പാർലമെന്റ് ഉണ്ടായിരുന്ന മേൽക്കൈ കൊണ്ട് അക്കാലയളവിൽ ഇവിടെ അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടുകയും ന്യൂനപക്ഷ സമുദായങ്ങളടക്കമുള്ള ആളുകൾ അവരെ പിന്തുണച്ചുകൊണ്ട് കേന്ദ്രത്തിൽ വീണ്ടും ഒരു BJP ഗവൺമെൻറ് വരാതിരിക്കാൻ എന്താ മാർഗമെന്ന് ആരാഞ്ഞുകൊണ്ട് അവർ അന്ന് 2004-ൽ ഇവിടെ ഇടതുപക്ഷ
സ്ഥാനാർത്ഥികൾക്ക് സമ്പൂർണ്ണമായി വോട്ട് ചെയ്തു. ഇ അഹമ്മദ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരേ ഒരു പാർലമെന്റ് അംഗം മാത്രമാണ് അന്ന് കഷ്ടിച്ച് കരകയറിയത്. നോക്കൂ, 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പായപ്പോൾ ചിത്രം മാറി. ഇരു കൂട്ടർക്കും വലിയ പരക്കൊന്നുമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോയി. NDA എന്ന് പറയുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ, അല്ലെങ്കിൽ അന്ന് BJPയോടൊപ്പം നിന്നിരുന്ന IFDP എന്ന് പറയുന്ന ആ സംവിധാനം തന്നെ താറുമാറായി എന്ന് മാത്രമല്ല, കേരളത്തിൽ BJPക്ക് ഒരു MP പോലും വിജയിപ്പിക്കാൻ NDA പാളയത്തിലേക്ക് കഴിഞ്ഞില്ല. 2014 വന്നു. 2014 വന്നപ്പോഴും BJPക്ക് ഇവിടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. 2019 പാർലമെന്റ് ഇലക്ഷൻ വന്നു. അപ്പോഴും BJPക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. 2024 പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ മാത്രമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന 2019 2021 അതായത് 19 പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയും 2021 തൃശ്ശൂർ അസംബ്ലി സീറ്റിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയും എന്ന നിലയ്ക്ക് ഒരേ മണ്ഡലത്തിന്റെ, ഒരു പാർലമെന്റ് മണ്ഡലത്തിന്റെ 2 ഭാഗങ്ങളിൽ നിന്ന് 2 തവണയായി തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ച ഒരു കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന കൂടിയുള്ള ഒരു മേൽക്കൈയുള്ള സുരേഷ് ഗോപിക്ക് ജയിക്കാൻ അവസരം ഉണ്ടായത്. 2024 അങ്ങനെയാണ് അദ്ദേഹം പാർലമെന്റ് മെമ്പറാകുന്നത്. കേരളത്തിലെ മറ്റൊരു മണ്ഡലത്തിലും BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇനി അടുത്ത കാര്യം പരിശോധിക്കാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് 5000 വാർഡുകളിൽ മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്. മാറിയ സാഹചര്യത്തിലും തുടർച്ചയായിട്ടുള്ള കേന്ദ്ര ഭരണത്തിന്റെ 15 വർഷത്തേക്ക് കടക്കാൻ പോകുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ നേട്ടത്തിലും 2014 ശേഷം ഉള്ള ആ ഒരു നേട്ടത്തിലും ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ BJPക്ക് വളരാനുള്ള മണ്ണ് ഇവിടെ ഒരുക്കി കൊടുക്കുന്നത് അത് കൂടുതലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ, അല്ലെങ്കിൽ UDF-നകത്തുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളുടെ നിലപാടുകൾ എല്ലാം സഹായകമായിട്ടുണ്ട്. അതിന് ഒരുപക്ഷെ അത് സാമുദായികമായിട്ടുള്ള ചേരിതിരിവുകൾക്ക് അടിസ്ഥാനമാക്കിയുള്ള വളർച്ചയാണ് എന്ന് മാത്രം കരുതിയാൽ അത് തെറ്റി. ഇവിടെ മൂന്നാമതൊരു കക്ഷിയുടെ പ്രാതിനിധ്യം കേരളത്തിൻ്റെ വികസനത്തിനും കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും കേരളത്തിൻ്റെ ഭാവിക്കും ആവശ്യമാണെന്നുള്ള നിലപാടിലേക്ക് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി ഉള്ള തീരുമാനമെടുത്തത് അതോടുകൂടി ഇവിടെ മുസ്ലിം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഭാര്യാത്വം എന്നുള്ള ആ ഒരു നിലപാട് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കഴിയാത്ത രീതിയിൽ ഇവിടെ മുത്തലാഖ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന, അതുപോലെ തന്നെ മറ്റ് മുസ്ലിം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള പല തീരുമാനങ്ങളും വന്നതോടുകൂടി ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിലെ സ്ത്രീജനങ്ങൾ, ഒരു വിഭാഗം സ്ത്രീജനങ്ങൾ അടക്കമുള്ള ആളുകളുടെ പിന്തുണ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് എവിടെ എടുത്താലും അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അതാത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളായാലും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളായാലും നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. തെക്കേ ഇന്ത്യയിൽ ഒരുപക്ഷെ അത്തരം നേട്ടങ്ങൾ അവർക്ക് കൊയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് അവർ കേന്ദ്രത്തിൽ സർക്കാർ തീരുമാനിച്ച കുറേ നിയമങ്ങളും നടപടികളും അത് സാമുദായികമായിട്ട് മുസ്ലിം വോട്ടുകളടക്കം അവർക്ക് കിട്ടാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 15-20 കൊല്ലം 2003 1999 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിന്റെ ഫലങ്ങൾ കണ്ടുവളർന്ന ഒരു തലമുറ, ആ BJPയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നവർ 2014 വീണ്ടും BJP അധികാരത്തിൽ വരുന്നു, നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ അവരുടെ ഭരണത്തിൻ്റെതായിട്ടുള്ള ആ ഒരു പാരമ്പര്യം കണ്ടുവളർന്ന ആ തലമുറ ശക്തിയാർജിച്ചു വരികയും താരതമ്യേന CPM-ന്റെയും കോൺഗ്രസിൻ്റെയും തലമുറകൾ ഏറ്റവും ചെറുപ്പക്കാരുടെ പ്രായം 50 വയസ്സായി ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് നമുക്കറിയാം, കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും CPM-ന്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും ഒരു പരിപാടി സംഘടിപ്പിക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ 50 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരാണ് കൂടുതലും, 40 വയസ്സിന് മേലുള്ള ചെറുപ്പക്കാരാണ് കൂടുതലും. അതിന് താഴോട്ടുള്ള ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഒരു 2% ചെറുപ്പക്കാർ പോലും ഇല്ലാത്ത സാഹചര്യമുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഘടനാപരമായിട്ട് ഈ പ്രസ്ഥാനങ്ങൾക്കുണ്ടായ ചോർച്ചയാണ്, അല്ലെങ്കിൽ അവരുടെ ശക്തിക്കേടാണ്, അല്ലെങ്കിൽ അവരുടെ കഴിവില്ലായ്മയാണ് ഇവിടെ BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉയർന്നു വരാനും അവർക്ക് വേണ്ടിയിട്ടുള്ള വിറക് വെട്ടാനും വെള്ളം കോരാനും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെയും സുകുമാരൻ നായരെ പോലുള്ള ആളുകളെയും പ്രേരിപ്പിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. മറിച്ച് ഇതിനൊരു മറുവശമുള്ളത്, 2025 നടക്കാൻ പോകുന്ന ഈ അടുത്ത മാസം ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നവംബർ മാസം നടക്കാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ അവർ വളരെ മികച്ച വിജയം
കേരളത്തിലെ പഞ്ചായത്തുകളിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ആരും സംശയം വിചാരിക്കേണ്ട. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ BJPക്ക് നിയമസഭാ സാമാജികരുടെ എണ്ണത്തിലൊന്നും ഒരു പ്രതീക്ഷയും വയ്ക്കേണ്ട കാര്യമില്ല. കാരണം അതൊരിക്കലും സാധ്യമാകാൻ പോകുന്നില്ല. അവർക്ക് പുതിയൊരു തലമുറ നേതാക്കന്മാരുണ്ടായി വരുന്നൊരു കാലഘട്ടം വരെ ആ പ്രസ്ഥാനത്തിന് കേരളത്തിൽ MLA മാർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അസംഭാവിതമാണ്. പക്ഷേ 2031 തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റുകൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷേ അത് UDFന്റെ 2026 UDF അധികാരത്തിൽ എത്തിയാലും എത്തിയില്ലെങ്കിലും അതുണ്ടാവും. UDF അധികാരത്തിൽ വരാതിരുന്നാൽ നഷ്ടം സംഭവിക്കുന്നത് മറ്റാർക്കുമല്ല, ഈ കേരളത്തിലെ ജനങ്ങൾക്കാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല. കേരളത്തിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ നിന്നും മനം മടുത്ത ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ ആശ്രയിക്കുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ ഘടകകക്ഷിയായിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നോക്കിയല്ല അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോട്ട് ചെയ്യുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് സീറ്റ് പങ്കുവയ്ക്കുമ്പോൾ മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, നായർ സമുദായമുണ്ട്, ഈഴവ സമുദായമുണ്ട്, ഹിന്ദു സമൂഹത്തിൽപ്പെട്ട എല്ലാ വിശ്വകർമ്മ സമുദായമടക്കം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളടക്കം സമസ്ത വിഭാഗങ്ങൾക്കും സീറ്റുകൾ പങ്കുവച്ചുള്ള സാമൂഹ്യ നീതി വെച്ചാണ് കോൺഗ്രസ് സീറ്റുകൾ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും വെള്ളാപ്പള്ളി നടേശനോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ NSSന്റെ സുകുമാരൻ നായരോ വിചാരിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിനെ തകർത്ത് കളയാം എന്നുള്ള വിചാരമൊന്നും ഒരു മാധ്യമ പ്രവർത്തകരും പുറത്തോട്ട് പങ്കുവയ്ക്കേണ്ട. കാരണം കേരളത്തിലെ കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും വലിയ തകർച്ചയുടെ പാരമ്പര്യത്തിൽ നിന്നും കടന്ന് മുകളിലോട്ട് വന്നത് ഏതെങ്കിലും വ്യക്തികളെ കണ്ടുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടാക്കി തരുന്ന നേട്ടങ്ങളെക്കുറിച്ച് വളരെയധികം ആലോചിച്ച് ഉറപ്പിച്ചോ അല്ല. നാളെ ഒരു ഭരണം വന്നാലും ഇവിടുത്തെ സാധാരണക്കാരന് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു നീതിയും കിട്ടില്ല എന്നവർക്കറിയാം. പക്ഷേ അതൊന്നുമല്ല, സാധാരണ ഒരു പ്രവർത്തകന് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഒരു ഭരണമാറ്റം ആവശ്യമാണ്. ഈ ഇടതുപക്ഷത്തിൻ്റെ ധാർഷ്ട്യം അവസാനിപ്പിക്കാൻ, അവരുടെ ഈ നയരാഹിത്യങ്ങൾ അവസാനിപ്പിക്കാൻ, ഈ പൊതുമേഖലയെ തകർക്കുന്ന, ഇവിടുത്തെ സംവിധാനങ്ങളെ തകർക്കുന്ന ഈ നീക്കങ്ങളെ അവസാനിപ്പിക്കാൻ ഒരു ഭരണമാറ്റം ആവശ്യമാണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം, ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് അവർ കോൺഗ്രസിനെ വിജയിപ്പിക്കും. അഥവാ കോൺഗ്രസിന് ഒരുപക്ഷെ അധികാരത്തിലെത്താൻ കഴിയാതെ പോയി കഴിഞ്ഞാലും കോൺഗ്രസിൻ്റെ ഒഴിവിലേക്ക് ഒരു പാർട്ടിയും കടന്നു വരാൻ പോകുന്നില്ല. കാരണം കോൺഗ്രസ് വളർന്നത് ഈ കേരളത്തിലെ അടിയുറച്ച് വിശ്വസിക്കുന്ന പാർട്ടി ഭാരവാഹികളുടെ ഗർഭഗൃഹത്തിലാണ്, അവരുടെ തറവാടുകളിലാണ്. കോൺഗ്രസ് വളർന്നത് കോൺഗ്രസിൻ്റെ പാരമ്പര്യ വോട്ടർമാരിലും പാരമ്പര്യ കുടുംബ വോട്ടർമാരിലുമാണ്. അല്ലാതെ കോൺഗ്രസ് വളർന്നത് ഏതെങ്കിലും പള്ളിക്കവലകളിലോ ഏതെങ്കിലും അമ്പലമുറ്റത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചർച്ചിൻ്റെ ബാക്ക്യാർഡിലോ അല്ല. കോൺഗ്രസ് വളർന്നത് ഇവിടുത്തെ എല്ലാം കോൺഗ്രസ് കുടുംബങ്ങൾ, അത്തരത്തിലുള്ള കുടുംബങ്ങളാണ് ഈ പാർട്ടിയെ ഇന്ന് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, ഇന്നലെ നിലനിർത്തിക്കൊണ്ടുവന്നത്. അവരാരും BJPയുടെയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെയോ ഒന്നും തണലോ അല്ലെങ്കിൽ അവരെ കണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേടുമെന്നുള്ള ഒരു വിശ്വാസത്തിലുമില്ല. ആ കോൺഗ്രസ് കുടുംബങ്ങൾ നൽകുന്ന സർവാത്മനായുള്ള പിന്തുണയാണ് കേരളത്തിലെ കോൺഗ്രസിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് 2026 അധികാരം നഷ്ടപ്പെട്ടു പോയാൽ അവസാനിക്കുന്നതല്ല കോൺഗ്രസ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 34 കൊല്ലം ഭരിച്ച ബംഗാളിൽ കോൺഗ്രസ് എന്തായി എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അധികാരത്തിൽ എത്താതെ പോയ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ വോട്ട് 43%. കോൺഗ്രസിന്റെ സ്വാധീന മേഖലകൾ ബംഗാളിലുണ്ടായിരുന്നു. വളരെ ശക്തമായ രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും കൂടുതൽ മൃഗീയമായി അവിടുത്തെ പാർട്ടിക്കാരെ കൊന്നൊടുക്കി കുഴിച്ചുമൂടിയ ആ സംസ്ഥാനത്ത് ഓരോ തെരഞ്ഞെടുപ്പിലും തോൽക്കുമ്പോൾ പോലും കോൺഗ്രസിന് അവിടെ 43% വോട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ മറക്കരുത്. കൽക്കത്ത സിറ്റി അടക്കമുള്ള പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ മൂർഷിദാബാദ് അടക്കമുള്ള പ്രദേശങ്ങളിൽ, മാൾഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ CPMന്റെ കൊടി പറഞ്ഞിട്ടില്ല. അവിടെയെല്ലാം വന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ കൊടി മാത്രമാണ്. പിന്നീട് BJPയുമായി ചേർന്ന് മമതാ ബാനർജി സഖ്യമുണ്ടാക്കി ഒരു പുതിയ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബലമുണ്ടാക്കി, RSSന്റെ സഹായത്തോടെ ഗവൺമെന്റ് ഉണ്ടാക്കി. ഇന്ന് കുറെ ആളുകൾ മമതാ ബാനർജി കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്, മമതാ ബാനർജി കോൺഗ്രസ് അല്ല, മമതാ ബാനർജി RSSന്റെ മകളാണ്, RSSന്റെ വത്സര ശിഷ്യയാണ്. കോൺഗ്രസിനെ തകർത്തുകൊണ്ട് അവിടെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സർവ്വ പിന്തുണയും കൊടുത്തത് അന്നത്തെ ഗവൺമെന്റിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന LK അദ്വാനിയും അന്ന് പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുമാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ അറിയാതെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ കേരളത്തിലൊരു വിഷയം അധികാരം നഷ്ടപ്പെട്ടു പോയാൽ കോൺഗ്രസ് ഭിന്നമാകുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അവരൊരിക്കലും കോൺഗ്രസിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പാരമ്പര്യത്തെയോ കോൺഗ്രസിന് ആ പരമ്പരയ്ക്ക് വോട്ട് ചെയ്യുന്ന ഈ കേരളത്തിലെ ജനങ്ങളെയോ വിഡ്ഢികളായി സംസാരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. അവരവരുടെ പണിയെടുത്താൽ മതി. ഇവിടെ അധികാരത്തിൽ വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസ് ഇവിടെ നിലനിൽക്കും.
കേരളത്തിലെ ബഹുഭൂരിഭാഗം പഞ്ചായത്തുകളും കേരളത്തിലെ ബഹുഭൂരിഭാഗം തദ്ദേശഭരണ സ്ഥാപനങ്ങളും കേരളത്തിലെ ബഹുഭൂരിഭാഗം സഹകരണ സ്ഥാപനങ്ങളും വർഷങ്ങളായി ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇവിടെ കോൺഗ്രസ്സുകാരൻ അതുകൊണ്ട് തകർന്നു പോയില്ല, അവൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു പോയില്ല. അവൻ ഒരു പ്രൊട്ടക്ഷനും പാർട്ടിയിൽ നിന്ന് ലഭിക്കാതിരുന്നിട്ടും അവൻ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചില്ല. അവൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവൻ്റെ കുടുംബത്തെ നീക്കി വെച്ച് അവരെ കൂടെ ചേർത്ത് വിളിച്ചുകൊണ്ട് ഈ പാർട്ടിയോടൊപ്പം നിൽക്കുകയാണ്. അല്ല അവൻ്റെ കുടുംബത്തെ ഏതെങ്കിലും പാർട്ടിയിലൂടെ പറഞ്ഞയച്ചതിന് ശേഷം ഈ പാർട്ടിക്ക് വേണ്ടി പോരാടുകയില്ല. അതുകൊണ്ട് കുടുംബങ്ങൾ, കേരളത്തിലെ സാധാരണക്കാരായ വിശ്വാസികളായ കോൺഗ്രസ്സുകാരുടെ കുടുംബങ്ങളിലാണ് ഈ പാർട്ടി നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ 2024 അധികാരം കിട്ടിയില്ലെങ്കിൽ പോലും കോൺഗ്രസിനൊന്നും സംഭവിക്കാനില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 2026 UDF അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നില്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്നത് വലിയ വലിയ ദുരിതങ്ങളായിരിക്കും. അതിന് ഒരു സാക്ഷിയാകാൻ അവർക്ക് വീണ്ടും ഒരിക്കൽ കൂടിയുള്ള ശക്തി ഉണ്ടാകില്ല. അത് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ മാറുകയും അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയും ഐക്യജനാധിപത്യ മുന്നണി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായി 100-ൽ പരം സീറ്റുകളോടെ അധികാരത്തിൽ വരേണ്ടതും ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ്. അത് കോൺഗ്രസ്സുകാരൻ്റെ ആവശ്യമായിട്ട് മാത്രം കാണുന്നിടത്താണ് തെറ്റുകൾ ആവർത്തിക്കുന്നത്. ഒരിക്കലും ഇത് കോൺഗ്രസ്സുകാരൻ്റെ ആവശ്യമല്ല, ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ആവശ്യമാണ്. ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടി ശക്തമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഇവിടുത്തെ ഓരോ കോൺഗ്രസ്സുകാർക്കുമുണ്ട്. അത് ഏതെങ്കിലും ഒരു നേതാവിനെ കണ്ടുകൊണ്ട് ആ നേതാവിൻ്റെ മാഹാത്മ്യം കൊണ്ടൊന്നുമല്ല. ഒരു നേതാവിനും കേരളത്തിൽ ഒരു വോട്ടും ഇല്ല. വോട്ടെല്ലാം സാധാരണക്കാരായ കോൺഗ്രസ്സുകാരായ വിശ്വാസികൾക്കും സാധാരണക്കാരായ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കുമാണുള്ളത്. അതിനകത്ത് മതേതരത്വമോ ജാതിയോ മതമോ ഒന്നും വിഷയമല്ല. ഇവിടുത്തെ ഗവൺമെൻറ്റിന് മാറ്റമുണ്ടാകണം. ഇവിടെ സാധാരണക്കാരന് നീതി കിട്ടണം. അത് ആഭ്യന്തര വകുപ്പിൽ നിന്നായാലും ആരോഗ്യ വകുപ്പിൽ നിന്നായാലും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നായാലും തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നായാലും തൊഴിൽ വകുപ്പിൽ നിന്നായാലും അല്ല ഏത് വകുപ്പിൽ നിന്നായാലും നീതി സാധാരണക്കാരന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരേണ്ടത് ആവശ്യമാണെന്ന് ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും അറിയാം. അതിന് പകരം കോൺഗ്രസ് തകർന്നാൽ BJP വരും. അങ്ങനെ BJP വരുത്താൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകനും വൃഥാ വ്യായാമം ചെയ്യേണ്ട. ഇവിടെ BJP ഒന്നും വരാൻ പോകുന്നില്ല, കോൺഗ്രസ് തകരാനും പോകുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെ വോട്ട് പോയല്ല BJP ഇവിടെ വളർന്നത്. കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഒരു സ്ഥലത്തും BJP വളർന്നത് അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ 13% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ വോട്ട് പോയത് BJPയിലോട്ടല്ല, അത് പോയത് ദളിത് പാർട്ടികളുണ്ടായി തിരുമാവളവൻ്റെ നേതൃത്വത്തിൽ TVക്ക് അവരുടെ പാർട്ടിയിലോട്ട് പോയി. അതേപോലെ ഓരോ സ്റ്റേറ്റിലും കോൺഗ്രസിൻ്റെ വോട്ടുകൾ പോകുന്നത് ഇതിനകത്തുള്ള ഓരോ അവാന്തര വിഭാഗങ്ങൾ മാറിപ്പോകുമ്പോൾ ആ വിഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. വിടുതലൈ ചിറുതകൾ എന്ന് BCK എന്ന് പറഞ്ഞ പാർട്ടിയിലോട്ടാണ് അവിടെ വോട്ടുകൾ പോയത്. അതല്ലാതെ കോൺഗ്രസിൻ്റെ വോട്ട് ഒരിക്കലും CPM-ന് അല്ലെങ്കിൽ ഒരു മതേതര ചേരിയിലോട്ട് പോകാതെ നേരെ BJPയിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് വാദോരാതെ സംസാരിക്കുന്നവർ ചിന്തിക്കാനുള്ളത് കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിൽ എവിടെയെല്ലാമാണ് BJP കടന്നു കയറിയതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇന്നലകളിൽ BJPയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ചേക്കേറിയ ആളുകളുടെ പ്രദേശങ്ങളിൽ എവിടെയെല്ലാം ഇന്ന് BJP കടന്നു കയറി എന്നുള്ളത് ഈ മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം. അതൊന്നും പരിശോധിക്കാതെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാതെ വെറുതെ പുലി വരുന്നേ എന്ന് പറഞ്ഞ് പുലിക്ക് വളരാനും ഇവിടെ വന്ന് വേട്ടയാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന മാധ്യമപ്രവർത്തനങ്ങൾ ദയവായി അവസാനിപ്പിക്കണമെന്നേ പറയാനുള്ളൂ. മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദയവായി അവസാനിപ്പിക്കുക. നിങ്ങളുടെ ഈ വൃഥാ വ്യായാമം അധര വ്യായാമം കൊണ്ട് ഇവിടെ രാഷ്ട്രീയത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ആരും കോൺഗ്രസിനെ വെറുത്തുകൊണ്ട് മറ്റേതെങ്കിലും കക്ഷിക്ക് വോട്ട് ചെയ്യാനും പോകുന്നില്ല. കോൺഗ്രസിൻ്റെ വിശ്വാസികളായിട്ടുള്ള ലക്ഷങ്ങൾ ജനകോടികൾ അവർ കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യും. അത് കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നത്, നേതാവിനല്ല വോട്ട്. അങ്ങനെ നേതാവിന് വോട്ട് ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ DIC ഉണ്ടാക്കി പുറത്തുപോയ കരുണാകരൻ തിരിച്ച് ഈ പാർട്ടിയിൽ വന്ന് ₹1 മെമ്പർഷിപ്പിന് വേണ്ടി യാചിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെയുള്ള പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകർക്ക് ഇനിയും സമയമുണ്ട്, അവസരമുണ്ട്. അതുവരെ അവർ കാത്തിരുന്ന് കണ്ടാൽ മതി. കാരണം 2004 ഒരു പാർലമെൻറ്റ് സീറ്റ് പോലും ഇല്ലാതെ അവശേഷിച്ചു പോയ 2001 100 സീറ്റിൽ അധികാരത്തിൽ വന്ന പ്രഗത്ഭനായിട്ടുള്ള AK ആന്റണിയുടെ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ കോൺഗ്രസിന് പാർലമെൻറ്റിലേക്ക് ഒരു MP-യെ പോലും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖമായ സത്യം നിലനിൽക്കുന്ന അതേ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് 2014-ലും 2019-ലും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏകാംഗ പാർലമെൻറ്റ് അംഗമായിട്ട് ഇവിടെ ഒതുങ്ങേണ്ടി വന്നത് എന്നൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന ആ വോട്ടുകൾ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന സീറ്റുകളല്ല ഒരു പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ആ നിലനിൽപ്പിനെ തീരുമാനിക്കുന്നത്. അതിനുള്ള തീരുമാനം അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു ആശങ്കയ്ക്കും ആർക്കും
ഇടപെടുക്കാത്ത രീതിയിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം കാണാനായിട്ട് ഈ മാധ്യമപ്രവർത്തകർ രണ്ട് കണ്ണുകളും തുറന്ന് കാണണം. അദ്ദേഹത്തിന് അതിനുള്ള സമയം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പരിതപിക്കാൻ കഴിയുന്നുള്ളൂ.